കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ പിരിച്ചുവിട്ടേക്കും. പോലീസുകാരെ പിരിച്ചുവിടാമെന്ന് ഡിജിപിക്ക് നിയമോപദേശം ലഭിച്ചു. 4 പോലീസുകാർക്കെതിരെ സസ്പെൻഷന് ശുപാർശ ചെയ്തുകൊണ്ട് തൃശൂർ റേഞ്ച് ഡിഐജി ഉത്തരമേഖല ഐജിക്ക് റിപ്പോർട്ട് കൈമാറി. നേരത്തെ എടുത്ത അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണമെന്ന് റിപ്പോർട്ടിലുണ്ട്. തന്നെ മർദ്ദിച്ച ഡ്രൈവർ ഷുഹൈലടക്കം 5 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് VS സുജിത്ത് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഭാഗങ്ങളിലും CCTV ഉണ്ടാകണമെന്ന സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്നും സുജിത്ത് പറഞ്ഞു. ഒട്ടും ഞങ്ങൾ സംതൃപ്തനല്ല. കാരണം സസ്പെൻഷൻ അല്ല നമ്മുടെ ആവശ്യം. അവരെ ഈ 4 പേര് കൂടാതെ ഡ്രൈവറായിരുന്ന ഷുഹൈർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആളിപ്പോൾ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് തുടരുകയാണ്. ഈ 5 പേരെയും സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. പിന്നെ അവർക്കെതിരെ തക്കതായ നടപടി എടുത്തുകൊണ്ട് കേസിനെ വിധേയനാക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു പൂർണ്ണമായും ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ തുടരാൻ യാതൊരുവിധ അർഹരല്ല. അതാണ് പറയാനുള്ളത്. പിന്നെ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു. സ്വമേധയാ എടുത്തിട്ടുള്ള കേസിൽ ഞാൻ കക്ഷി ചേരുകയാണ്. CCTV ദൃശ്യങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും അതായത് മേൽക്കൂരുള്ള എല്ലാ സ്ഥലത്തും CCTV ഉണ്ടാവണം എന്നുള്ളൊരു നിയമം നിലവിലുണ്ട്. അതിനെ ഞങ്ങൾ കക്ഷി ചേരാൻ തീരുമാനിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, കേസിൽ എന്ത് നടപടികളുമായി മുന്നോട്ട് പോകാനാണ് വകുപ്പിന്റെ തീരുമാനം? പോലീസിന് ലഭിച്ച DGPക്ക് ലഭിച്ച നിയമോപദേശത്തിൽ എന്തൊക്കെയാണ്? പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയാകാം, തുടർ നടപടിയാകാം എന്നുള്ളൊരു നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥരെ ഒന്നെങ്കിൽ തരം താഴ്ത്തലോ അല്ലെങ്കിൽ ഇവരെ സർവീസിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ സർവീസിൽ നിന്ന് ഇവരെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് ആദ്യം ഒരു സസ്പെൻഷൻ നടപടി വരും. അതിനുശേഷം ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. ആ കാരണം കാണിക്കൽ നോട്ടീസ് പരിശോധിച്ചതിന് ശേഷമാകും അത് തൃപ്തികരമല്ല എങ്കിൽ ആ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുകൊണ്ടുള്ള ഓർഡർ പുറത്തിറങ്ങുക. അതിനൊരു സാങ്കേതികപരമായ നടപടികളുണ്ട്. അത്തരം നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസ് ആലോചിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് 4 പോലീസുകാർക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണം നടത്തിയതിന് ശേഷം അതിന്റെ ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചതാണ്. അതായത് ഇവരുടെ 2 തവണ ഇവരുടെ ഇൻക്രിമെന്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനമെടുത്തു. അതൊരു നടപടിയായിരുന്നു. പിന്നീട് ഇവരെ മറ്റ് സ്റ്റേഷനുകളിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു തവണ നടപടി സ്വീകരിച്ച സാഹചര്യത്തിൽ ഇനി മറ്റൊരു നടപടി എടുക്കുക എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുമോ? അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ ട്രിബ്യൂണലിലോ അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് ചലഞ്ച് ചെയ്യപ്പെടാനും അത് ഈ ഒരു പോലീസിന് തന്നെ തിരിച്ചടിയേക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് പരിശോധിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ നടപടിയാകാം എന്നുള്ളൊരു കാര്യമാണ് DGPക്ക് കിട്ടിയ നിയമോപദേശം. ആ ഒരു സാഹചര്യത്തിലാണ് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഇവിടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ഉത്തരമേഖല IG ഇത് സംബന്ധിച്ച ഓർഡർ ഇന്ന് വൈകിട്ടോട് തന്നെ പുറത്തിറക്കാൻ സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലായിരുന്നു കൂടുതൽ നടപടി വേണം ഇവർക്ക് എന്നുള്ള ഒരു ആവശ്യം വന്നിരുന്നത്. കാരണം ഇത്തരത്തിൽ ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചത് ഒരു നാമമാത്രമായ ഒരു നടപടിയായി പോയി വിലയിരുത്തപ്പെടുന്നു. ആ ഒരു ദൃശ്യങ്ങളുടെ ഒരു വേഗതയൊക്കെ കണക്കിലെടുത്ത് അത് സമൂഹത്തിനിടെ ഉണ്ടാക്കിയേക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതൊരു ആളുകളുടെ ഇടയിൽ തന്നെയുണ്ട്. അതൊരു ചെറിയൊരു നടപടിയായി പോയി എന്നുള്ളൊരു സംഭവം. അത് മാത്രമല്ല കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ അത് വലിയ രീതിയിൽ തന്നെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരികയാണ്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇവർക്കെതിരെ കർശനമായ നടപടികളിലേക്ക് കടക്കാൻ പോലീസ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അതാണ് DIG ഹരിശങ്കർ IGക്ക് ഉത്തരമേഖല IGക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടപടിയിലേക്ക് ഇന്ന് തന്നെ കടക്കാനുള്ള സാധ്യതയാണോ കൂടി വരുന്നത്? ഇന്ന് തന്നെ ആ ഉത്തരവ് ഇറങ്ങാനാണോ സാധ്യത? അധികം വൈകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഞാൻ DGPയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ വേഗത്തിൽ തന്നെ തീരുമാനമുണ്ടാകും, നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് നടപടി എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ ഒരു ഫൈനലൈസ് തീരുമാനം വന്നിട്ടില്ല. എന്തായാലും പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഇവർക്കെതിരെ ഒരു സസ്പെൻഷൻ നടപടി വരും. അതിനുശേഷമാവും ഇവരിൽ നിന്ന് വിശദീകരണം തേടി അതിനുശേഷം ഇവരെ സർവീസിൽ നിന്ന് മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ ആലോചിക്കുന്നത്. ഒന്നെങ്കിൽ സർവീസിൽ നിന്ന് മാറ്റുക, അതല്ല എന്നുണ്ടെങ്കിൽ തരം താഴ്ത്തൽ നടപടി. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് പ്രഥമ
പരിഗണനയായി നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും കടുത്ത നടപടി വേണം എന്നുള്ള ഒരു കാര്യത്തിൽ സർക്കാരിനും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള തീരുമാനം കൂടിയാണ്. പ്രത്യേകിച്ച് അതാണ് വലിയ രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാക്കുന്നു. ഇന്നലെ തന്നെ വി ഡി സതീശൻ പറഞ്ഞതാണ് വലിയ നടപടി എടുത്തില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കേരളം ഇന്നുവരെ കാണാത്ത തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നൊക്കെയുള്ളത്. സ്വാഭാവികമായിട്ടും സർക്കാരിനെ സംബന്ധിച്ചും എത്രയും പെട്ടെന്ന് നടപടിയിലേക്ക് കടക്കുന്നതായിരിക്കില്ലേ? എന്താണ് സർക്കാരിന്റെ നിലപാട്, പ്രത്യേകിച്ച് CPM-ൽ? തീർച്ചയായും ഇത് നമ്മൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷമാണ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. കാരണം 3-4 പോലീസുകാർ ഒരാളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുന്നു, അവരെ അവിടെ ഇട്ട് മാറി മാറി മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തിലുള്ള ഓരോ ആളുകളും പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഇതൊരു കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി മാത്രമായി പോയി എന്നുള്ളതാണ്. കാരണം ഇവരെ ഇൻക്രിമെന്റ് തടഞ്ഞു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരെ സ്ഥലം മാറ്റിയിരിക്കുന്ന നടപടി എന്ന് പറയുന്നത്, അതായത് സ്ഥലം മാറ്റിയിരുന്നു അതിനുശേഷം അത് ഇവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് തന്നെ മാറ്റുകയാണ് ചെയ്തത്. അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്തായാലും ഇത് പുനഃപരിശോധിക്കാൻ പറ്റുമോ, ഈ അച്ചടക്ക നടപടി വീണ്ടും പുനഃപരിശോധിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലേക്ക് വന്നത്. അത് രണ്ട് കാര്യങ്ങളും, ഒന്ന് ഇപ്പോൾ ലഭിക്കുന്ന നിയമോപദേശവും അതോടൊപ്പം തന്നെ ഈ പോലീസ് നൽകിക്കുന്ന റിപ്പോർട്ട്, തൃശ്ശൂർ റേഞ്ച് DIG നൽകിയിരിക്കുന്ന റിപ്പോർട്ടും, ഇത് രണ്ടും തുടർ നടപടികളാകാം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി അധികം നീട്ടിക്കൊണ്ട് പോകില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. അതിനുള്ളൊരു കാര്യം നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്നും കടുത്ത നടപടി വേണം എന്നുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്ത്